ഈ കാർണിവൽ വന്നിട്ട് എന്റെ ഈ കാർണിവൽ ജീവിതത്തിൽ നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടുകളും നമ്മുടെ ആ ചെറിയ ചെറിയ ആൾത്തറ മുറ്റങ്ങളും ഒക്കെ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിപ്പോ എന്നോട് എന്നല്ല, ഒരു ശരാശരി മലയാളിയോട് നാടും നാട്ടുമ്പുറമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രവാസ ജീവിതം നയിക്കേണ്ടി വരുന്ന ഏതൊരു മലയാളിയോട് ചോദിച്ചാലും അയാളൊരു പക്ഷെ സിനിമയും ക്രിക്കറ്റിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഇങ്ങനെ മറുപടി പറയും. പറയുമ്പോൾ ചിലപ്പോൾ അയാളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടാവും. രക്ഷാധികാരി ബൈജു എന്ന് പറഞ്ഞ സിനിമയില് ബിജുമേനോൻ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്. അതുപോലെയൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നായിരിക്കും അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അയാളോട് ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ അയാൾ മറ്റൊരു ഉത്തരം കൂടി പറയും. അതേ സിനിമയില് ദിലീഷ് പോത്തൻ ചെയ്തൊരു കഥാപാത്രമുണ്ട്. അതുപോലെയുള്ള ജീവിതമാണ് ജീവിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആഗ്രഹിച്ച പോലെയൊന്നല്ല ജീവിതം. രണ്ടാമത്തേത്, നമ്മുടെ നഷ്ടങ്ങളെ പറ്റി എത്രയൊക്കെ ഓർക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓർത്തു പോകും. അതെന്താണെന്നറിയോ? അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നോണ്ടാണല്ലോ അതിനെയൊക്കെ നമ്മളിന്ന് നഷ്ടങ്ങളെന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും അളിന പറഞ്ഞതിനകത്ത് ഒരുപാട് സത്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ വൈകുന്നേരങ്ങളിലെ സായാഹ്നങ്ങളും ഫുട്ബോളും ക്രിക്കറ്റും സ്വറപറച്ചിലും ഒക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ ആരൊക്കെയോ പർപ്പസ്ഫുള്ളി ഫോഴ്സ് ചെയ്ത് നമ്മുടെ സെൽഫ് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം, അതല്ലേ സത്യം പറഞ്ഞ? തീർച്ചയായിട്ടും സാഹചര്യങ്ങളാണ് മറ്റു പലരുടെയും ചുണ്ടുകളിൽ വിരിയുന്ന ചിരികൾക്ക് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ഒത്തിരി സന്തോഷങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ ജീവിച്ച് തീർക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഇത് നമ്മള് ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുകയാണല്ലോ അളിയ. ഹാപ്പിനെസ് കംസ് നോട്ട് ബൈ ചാൻസ് ബട്ട് ബൈ ചോയ്സ് എന്ന് പറയും. നമ്മൾ എവിടെയാണോ അവിടെ സന്തോഷം കണ്ടെത്തുക.